എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 57ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2021 ശേഷം നടന്ന 2024 വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ 57ാമത് ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ 56 ക്വസ്റ്റ്യൻ പേപ്പർ ഏത് തന്നെയാണ് നമ്മുടെ 2021-24 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഇന്ന് 57ാമത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ആൻസർ ഞാൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം ഗ്യാപ്പ് തരാം. നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് കൂടി നോക്കണം കേട്ടോ. ഒന്നാമത്, ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ആദ്യം അണ്ടർലൈൻ ചെയ്യുക. തെറ്റായ പ്രസ്താവന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഒന്നാമത്തെ ആൻസർ വരുന്നത് 1ഉം 2ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഇത് എന്ത് ചെയ്യാ, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ് അല്ലെ. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും തെറ്റാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ പഠിച്ചല്ലോ, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, മൗലവി അഹമ്മദുള്ള ഇവിടെ ഉണ്ട്. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മഹൽ. ബീഹാറിൽ ആരായിരുന്നു? ബീഹാറിലെ ആരയില്? കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. ഖാൻ ബഹദൂർ ഖാൻ ആണ് ബറേലിയിൽ വിപ്ലവം നയിച്ചത്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ, ഇതും തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായവ ഏതാണ്? ഇതിൽ തെറ്റായത് നോക്കിക്കേ. ആൻസർ സി ആണ്. ഓൺലി 3 ഇവിടെ തെറ്റാണ് കേട്ടോ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം, അത് തെറ്റാണ്. അപ്പൊ ഇത് പഠിക്കുക. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1800, ഒരുപാട് പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ വൺ വേർഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അടിമത്തം നിരോധിച്ചത് 1812 കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845. അപ്പൊ തിരുവനന്തപുരത്ത് 1812 കൊച്ചിയിലോ 45, 1845 എറണാകുളത്ത് മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് 1875. മഹാരാജാസ് കോളേജ് 1875 പഠിച്ചല്ലോ. 3 വർഷം പഠിച്ചോ. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം നടത്തിയ വർഷം 1812. കൊച്ചിയിലാണെങ്കിൽ 12 കഴിഞ്ഞു, പിന്നെ 45 എറണാകുളത്ത് മഹാരാജാസ് കോളേജ് രൂപീകരിച്ചത് 1875. മൂന്നാമത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ആൻസർ വരുന്നത് ഓൺലി 4 ആണ്. ഇത് തെറ്റാണ് കേട്ടോ. ഇത് തെറ്റാണ്. പിന്നെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1. വൺ വേർഡ് ആയിട്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ചൈന റിപ്പബ്ലിക് ആയത് എന്നെന്ന് ചോദിച്ചിട്ടുണ്ട്. 1949 ഒക്ടോബർ 1. യുദ്ധാനന്തരം, യുദ്ധാന്തരം ചൈനീസ് വിപ്ലവവുമായി ശേഷം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ് ആണ്. ലോങ് മാർച്ച് ഒക്കെ പറയുന്നില്ലേ, ലോങ് മാർച്ച്, മാവോ സേ തുങ്. അപ്പൊ 3 ഉത്തരങ്ങൾ ചൈനീസ് വിപ്ലവമായിട്ട് ഈ 3 കാര്യങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നമ്മൾ ഇപ്പൊ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ പഠിച്ച സബ്ജക്റ്റുകളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ മൊഡ്യൂൾ ഒക്കെ സിലബസ് ബേസ് ആയിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ആ പഠിച്ചു വെച്ചതൊക്കെ നമുക്ക് എന്താണ് ഒന്നും കൂടി റിവിഷനും ആകും ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഒരുപാട് ഉപകാരമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് വിപ്ലവമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1. പഠിച്ചല്ലോ, പോയിന്റ് പഠിച്ചല്ലോ. ഇനി ഈ ചിയാങ് കൈഷക്കും സംഘവും എവിടേക്കാണ് ഓടിപ്പോയത്? തായ്വാനിലേക്ക്. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചിയാങ് കൈഷക്കും സംഘവും എവിടേക്കാണ് ഓടിപ്പോയതെന്ന് ചോദിച്ചിട്ടുണ്ട്. തായ്വാനിലേക്കാണ്. ചൈനീസ് സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് ആരാണ്? മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ് ആണ്. അടുത്തത്, സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും തെറ്റ് മതി തോന്നും. തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 1 ആണ് തെറ്റായ പ്രസ്താവന. ഇത് തെറ്റാണ് കേട്ടോ. ഇനി അദ്ദേഹം ജനിച്ചത് നോക്കിക്കേ, തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിലെ ജനനം എന്ന് പറഞ്ഞത് തെറ്റാണ്. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചത് സ്വാമിനാഥ ദേശികർ ആണ്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. നോട്ട് ചെയ്യണം ദേശനാമങ്ങൾ കേട്ടോ.
ഒക്കെ നല്ല നല്ല പോയിന്റ് വരുന്നുണ്ടോ? കേരളത്തിലെ ദേശനാമങ്ങൾ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അപ്പോ ഈ 3 കാര്യങ്ങൾ ചട്ടമ്പി സ്വാമിയെ കുറിച്ചിട്ട് പഠിക്കുക. സ്വാമിനാഥ ദേശികർ ആണ് തമിഴ് വേദാന്ത ശാസ്ത്രം ചട്ടമ്പി സ്വാമികൾക്ക് അഭ്യസിപ്പിച്ചു കൊടുത്തത്. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ശരിയായിട്ടുള്ള ജോഡി ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ള ജോഡി ആൻസർ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. 1920 അല്ലെ നാഗ്പൂർ സമ്മേളനം വരുന്നത്? നിസ്സഹരണ പ്രസ്ഥാനം. ആ സമയത്താണ് നാഗ്പൂർ സമ്മേളനം, നിസ്സഹരണ പ്രസ്ഥാനം. ശരിയായ പ്രസ്താവന. സൂററ്റ് സമ്മേളനം 1907 അല്ലെ? സൂററ്റ് സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം വരുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം 1907 ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം ആണോ? അല്ല. ലാഹോർ ഇന്ത്യ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്നത്. ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് അല്ല, തെറ്റി മാറിപ്പോയി. ബോംബെ സമ്മേളനം ഇത് ഇങ്ങനെയും വരണം, ഇതിങ്ങനെയും വരണം. കണ്ടോ? ഇതിങ്ങനെയും ഇതിങ്ങനെയും. ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം കൊണ്ടുവരുന്നത്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം. പഠിച്ചല്ലോ. അപ്പൊ 1920 നാഗ്പൂർ സമ്മേളനത്തിലെ നിസ്സഹരണ പ്രസ്ഥാനവും, ബോംബെ സമ്മേളനത്തിലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയവും, ലാഹോർ സമ്മേളനത്തിലെ പൂർണ്ണ സ്വരാജ് പ്രമേയവും, സൂററ്റ് സമ്മേളനത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനവും. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെയായിരുന്നു? നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിനെതിരെ ആയിരുന്നു? ഓസ്ട്രേലിയക്ക് എഴുതിയായിരുന്നു. ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപവൽക്കരണ സഹായി. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. പഠിക്കണം. പുതിയ പോയിന്റ് കിട്ടുമ്പോൾ എനിക്ക് മാറ്റണം കേട്ടോ. ഷോർട്ട് ആക്കിയിട്ട് എഴുതിയിട്ട് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒപ്പം എഴുതിയിട്ട് പഠിച്ചു പോണേ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി. ആൻസർ ഭൂഗർഭജലമാണ് സിങ്ക് ഹോളുകളുടെ രൂപീകരണം. പഠിക്കണേ. ഭൂഗർഭജലം എന്തിനാണ്? സിങ്ക് ഹോളുകളുടെ രൂപീകരണം. ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം? ആൻസർ കാനഡ. കാനഡയിലാണ് ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം കാനഡയാണ്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ്. ടാൽക്കാണ് എന്ത് ചെയ്യുന്നത്? കടുപ്പം കുറഞ്ഞ ധാതു എന്ന് പറയുന്നത്. അപ്പൊ 6, 7, 8, 9 4 ക്വസ്റ്റ്യൻ നോക്കിയില്ലേ? ഇവിടെ പുതിയതായിട്ട് എന്തൊക്കെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു? ഇപ്പൊ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് ഏത് രാജ്യത്തിന് ചോദിച്ചാൽ ഓസ്ട്രേലിയക്ക് പഠിച്ചു. പുതിയ പോയിന്റുകളാണെങ്കിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒപ്പം നമുക്കൊന്ന് റിവിഷൻ കൂടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് വീണ്ടും പറഞ്ഞു തരുന്നത്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്നത് ഏതാണ്? ഭൂഗർഭജലമാണ്. രൂപവൽക്കരണ സഹായി ഭൂഗർഭജലം. സിങ്ക് ഹോള്, ഭൂഗർഭജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ്? കാനഡ രാജ്യത്താണ് കേട്ടോ. കാനഡയിലാണ് ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്. കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ്? ടാൽക്കാണ്. കടുപ്പം കുറഞ്ഞ ധാതു ടാൽക്കാണ്. ഇനി ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖാ പ്രദേശം പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ? ഇതല്ലേ ഭൂമധ്യരേഖ? 0 ഡിഗ്രിയാണ് എന്ത് ചെയ്യുന്നത്? ഭൂമധ്യരേഖ എന്ന് പറഞ്ഞ ഈ പ്രദേശത്ത് ലഭിക്കുന്ന മഴ സംവഹന വൃഷ്ടിയാണ്. എവിടെയാണ്? സംവഹന വൃഷ്ടിയാണ്. കാറ്റുകളൊക്കെ പഠിക്കാറില്ലേ? നമ്മൾ ഇങ്ങനെ പഠിക്കില്ലേ? കാറ്റുകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പഠിക്കുക? ഏതാണ് 0 ഡിഗ്രി? ഇതല്ലേ ഡോൾഡ്രം മേഖല എന്നൊക്കെ നമ്മൾ പറയാ. ഡോൾഡ്രം മേഖല അല്ലെങ്കിൽ നിർവാത മേഖല എന്ന് പറയുന്നു അല്ലെ? നിർവാത മേഖല. ഈ ഡോൾഡ്രം മേഖലയിലാണ് ഏത് കാറ്റ് വരുന്നത്? വാണിജ്യവാദങ്ങൾ വരുന്നത്. വാണിജ്യവാദങ്ങൾ കാറ്റ്. ഈ സെൻട്രലിൽ വരും പശ്ചിമവാദങ്ങൾ വരും. പിന്നെ ഇവിടെ ധ്രുവീയ വാദങ്ങൾ വരും. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഈ 0 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ പെയ്യുന്ന മഴ ഏതാണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് സംവഹന വൃഷ്ടി. കണ്ട ഇവിടെയാണ് ഏത്? സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. സംവഹന വൃഷ്ടി ഓക്കെ ആണോ? അപ്പൊ ഈ സെന്ററിൽ തന്നെയാണ് ഏത് കാറ്റും വീശുന്നത്? വാണിജ്യവാദങ്ങൾ വീശുന്നത്. വാണിജ്യവാദങ്ങൾ ഈ സെന്ററിലാണ്. ഈ സെന്ററിലാണ് പശ്ചിമവാദങ്ങൾ. ഇവിടെയാണ് ധ്രുവീയവാദങ്ങൾ. അത് പഠിച്ചു വെക്കുക. ഇനി മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. മൺസൂൺ പറയുമ്പോൾ നമുക്ക് എപ്പോഴാണ്? ജൂണിലാണ് അല്ലെ? ജൂണിൽ സ്റ്റാർട്ട് ചെയ്യും മൺസൂൺ. അപ്പൊ അതിനു മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? വേനൽ മഴ. ആൻസർ മാംഗോ ഷവർ ആണ്. മാംഗോ ഷവർ. കാൽബൈശാഖി, ലൂ, മാംഗോ ഷവർ മൂന്നും ഏതിന് ഉദാഹരണമാണിതാ? ഈ 3 എണ്ണം കേട്ടോ. 1 മാംഗോ ഷവർ, ലൂ, 3 കാൽബൈശാഖി. മൂന്നും ഏതിന് ഉദാഹരണമാണ്?
പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണമാണ്. ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണം ഏതാണ് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ചിനൂക്കൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പ്രാദേശികം പറയുമ്പോൾ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നതെന്ന് പറയുന്നത് ഇപ്പൊ മാംഗോ ഷവർ ഒക്കെ മാങ്ങ പൊഴിക്കാൻ വേണ്ടിയിട്ടാണ്. കായൽ ബൈശാഖി നമ്മളത് പഠിച്ചിട്ടുണ്ട്. ലൂ ഉത്തരേന്ത്യൻ സമതലങ്ങളിലുള്ള വേനൽക്കാല മഴയാണ് ലൂ എന്ന് പറയുന്നത്. അപ്പൊ വേനൽ മഴയാണ് ലൂ. കണ്ടോ, കായൽ ബൈശാഖി, ലൂ, മാംഗോ ഷവർ ഒക്കെ എന്താണ് പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണമാണ്. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായിട്ട് ISRO വികസിപ്പിച്ച പേടകം സൂര്യൻ ഏതാണ്? ആൻസർ ആദിത്യ L1 ആണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് M. വിശ്വേശ്വരയ്യ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് PC മഹലനോബിസ്. ശില്പി ആണെങ്കിൽ മഹലനോബിസ്. ശില്പി നമ്മൾ ശില്പി എന്നല്ല വെച്ചിട്ട് ഏതാ ശില്പി? അപ്പോൾ മഹല കണ്ടോ, അതിന് കൊടുക്കുക കേട്ടോ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയുമാണ്. നെക്സ്റ്റ്, പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ. പുത്തൻ സാമ്പത്തിക നയം എപ്പോഴാണ് വന്നത്? വർഷം 1991 പുത്തൻ സാമ്പത്തിക നയം ആരുടെ കാലത്താണ് കൊണ്ടുവരുന്നത്? നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് കൊണ്ടുവരുന്നത് അല്ലെ പുത്തൻ സാമ്പത്തിക നയം. അതിൽ എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങള്? ആൻസർ ഇവയെല്ലാം ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, സ്വകാര്യവൽക്കരണം 3 ലക്ഷ്യങ്ങളാണ്. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ആൻസർ C ആണ്. സെപ്റ്റംബർ ടു ഒക്ടോബറിലാണ് ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ആൻസർ ഫിലിപ്പീൻസ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ. പുത്തൻ സാമ്പത്തിക നയം ഏത് ഗവൺമെന്റിന്റെ കാലത്താണ്? PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് പുത്തൻ സാമ്പത്തിക നയം. 1991 വന്നത്. ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഒക്കെ ലക്ഷ്യങ്ങളാണ്. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം സെപ്റ്റംബർ ടു ഒക്ടോബർ. ഖാരിഫ് വിളകൾ അറിയില്ലേ? നെല്ല്, ഗോതമ്പ്, നെല്ല്, ചണം, ഇതൊക്കെ എന്താണ് ഖാരിഫ് വിളകളാണ്. എന്താണ് റാബി വിളകൾ ഏതൊക്കെയാണ്? റാബി വിളകൾക്ക് നമ്മൾ ഏതാ പറയാ കോഡ്? പയർ, ഗോ ബാക്ക് എന്ന് പറയില്ലേ? ഗോതമ്പ് ഏതൊക്കെയാണ്? പയറ് വരും. ഗോതമ്പ്, ബാർലി, കടുക്, ഇതൊക്കെ എന്താണ് റാബി വിളകൾക്ക് ഉദാഹരണമാണ്. സെയ്ത് വിളകൾക്ക് പഴങ്ങളും പച്ചക്കറികളും. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പീൻസ് ആണ്. പഠിച്ചല്ലോ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം ഫിലിപ്പീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2022-23 ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം. 2022 നീതി ആയോഗിന്റേതാണ്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. നെക്സ്റ്റ്, 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2023 ലോക ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആൻസർ A ആണ്. 38ാം സ്ഥാനം. 38 പഠിച്ചോളൂ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തെറ്റടയപ്പെടുത്തണേ ഭരണഘടനാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആൻസർ B ആണ്. 4 തെറ്റാണ്. ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തതല്ല. ലക്ഷ്യപ്രമേയം കൊണ്ടുവന്നത് തന്നെ ഏപ്രിൽ 13 ലക്ഷ്യപ്രമേയം കൊണ്ടുവരുന്നത് തന്നെ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോ ഇതാ ഈ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഒന്ന് പഠിച്ചേ. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. പഠിച്ചോ, പുതിയ പോയിന്റുകൾ പഠിച്ചോളണം കേട്ടോ. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിലാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. പുതിയ പോയിന്റ് ആണ്, പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം 1947 ജനുവരിയില് സമ്പൂർണ്ണ സമ്മേളനത്തില് പറഞ്ഞ നിർദ്ദേശം വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്?
ആൻസർ ബി ആണ്. 1, 2, 3, 4. അപ്പൊ പൗരത്വത്തെ കുറിച്ച് നമുക്ക് ഒരു റിവിഷൻ ആയില്ലേ? OCI എന്നതിന്റെ പൂർണ്ണ രൂപം ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു? പ്രതിപാദിക്കുന്നു. സാധാരണ നമ്മൾ 5 to 11 എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? 6 to 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. നെക്സ്റ്റ്, ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ എന്ത് വേണ്ട? വിസ വേണ്ട കേട്ടോ. വിസ വേണ്ട, നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അപ്പൊ 4 പോയിന്റ് പഠിച്ചോ. OCIയുടെ ഫുൾ ഫോം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, സിറ്റിസൺഷിപ്പ് എന്ന് പറയില്ലേ, ഓഫ് ഇന്ത്യ. ഭരണഘടനയുടെ 2-ാം ഭാഗം പൗരത്വം, 3-ാം ഭാഗം മൗലികാവകാശങ്ങൾ. ഭരണഘടനയുടെ 6 മുതൽ 11 വരെ, നമ്മൾ 5 മുതൽ 11 വരെ പഠിച്ചിട്ടുണ്ട്. ശരി, 6 to 11 വരെ വകുപ്പുകൾ എന്തായാലും അതിന്റെ പ്രാരംഭമായിരിക്കുമല്ലോ 5 എന്ന് പറയുന്നത്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ആൻസർ സി 3, ജസ്റ്റിസ് ഹിദായത്തുള്ള. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഡി ആണ്. 22 ഡി ആണ്. പഠിച്ചൊക്കെ ഒന്ന് റിവിഷൻ ആയില്ലേ? പഠിച്ചേ. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ശരിയായ പ്രസ്താവന. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ചെയ്യും. ചിലത് നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ, ചിലത് അങ്ങനെയല്ല, ഏത് വ്യക്തികൾക്കും ലഭിക്കാം. നിയമത്തിന് മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യതയാണ്, വലിയ വ്യത്യാസമില്ല അല്ലെ? പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം അത് നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. ചേരുംപടി ചേർക്ക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ചെയ്യണേ. ഓക്കെ, നമുക്ക് അറിയാം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഏതിലാണ് വരുന്നത്? മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ആണ് വരുന്നത് ഇല്ലേ? മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അപ്പൊ 1 ആൻസർ ബി വരണം. ഇവിടെ 1 ആൻസർ ബി വന്നിട്ട് അപ്പൊ നമുക്ക് ഈ ഓപ്ഷനും കൊടുക്കാം, ഈ ഓപ്ഷനും കൊടുക്കാം. അപ്പൊ ഇതൊക്കെ അപ്പൊ തന്നെ വെട്ടി, പിന്നെ ഇതിന്റെ പിന്നാലെ നിൽക്കരുത് കേട്ടോ. ഇനി മൗലിക കർത്തവ്യങ്ങൾ ഏത് രാജ്യത്തിലാണ്? മൗലിക കർത്തവ്യങ്ങൾ ഏതാണ്? ചെയ്യണം കേട്ടോ, നിങ്ങൾ ചേരുമ്പോൾ ചേർക്കാനാണ് സമയം തരുന്നത്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. ഇപ്പൊ 2ലും സി തന്നെ വന്നിട്ടുണ്ട്. അവശിഷ്ട അധികാരങ്ങൾ. ഇപ്പൊ ഭരണഘടനാ ഭേദഗതി, ഇപ്പൊ അവശിഷ്ടാധികാരങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. 4A വരുന്ന ഓപ്ഷൻസ് മാത്രം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് തന്നെ പോകണമെന്നൊന്നുമില്ല. ഇപ്പൊ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എന്നുള്ളത് അറിയാവുന്ന ഒരു ഉദ്യോഗാർത്ഥി ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക 4 ഓപ്ഷൻ എ വരണം. ഇപ്പൊ നോക്കിക്കേ, 4A വരുന്നത് ഇത് ഒറ്റന്നേ ഉള്ളൂ. ഇതാ ഇവിടെ 4A വരുന്നുണ്ടോ? ഇല്ല. ഇതല്ല 4A വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. വേഗം ആൻസർ 4A. കഴിഞ്ഞില്ലേ? നമുക്ക് എത്ര പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയും. ഇനി നെക്സ്റ്റ്, ഏത് സംസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിനാണ് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യം? നോക്കിക്കേ, ഏത് സ്ഥാനത്തേക്കുള്ള സംസ്ഥാനമല്ല, ഏത് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്? ആൻസർ ഡി ആണ്. ഉപരാഷ്ട്രപതി. ഇന്ത്യൻ പൗരനായിരിക്കണം. യെസ്, കറക്റ്റ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. യെസ്. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. യെസ്. പിന്നെയോ, രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കുവാൻ യോഗ്യത ഉണ്ടായിരിക്കണം. രാജ്യസഭ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ ക്ലിക്ക് ആവും അല്ലെ? പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. പുസ്തകങ്ങളും രചയിതാക്കളും. ആൻസർ ആൻസർ ഏത് വരും? ബി ആണ് വരുന്നത് കേട്ടോ. A 3 വരണം. The power of the prime minister ഹംഫ്രി ബർക്കലി കണ്ടോ? ഇത് വരണം. പിന്നെ നിയമങ്ങളുടെ അന്തസത്ത. ബി ഏത് വരണം? മോണ്ടസ്ക്യൂ വരണം. ഇന്ത്യ 2020 2020 എത്രയാണ്? സി ഇന്ത്യ 2020 ഏത് വരും? 4 വരണം. ഡോക്ടർ APJ അബ്ദുൽ കലാം. നെക്സ്റ്റ്, മൈ ട്രൂത്ത് ആരുടേതാണ്? ഇന്ദിരാഗാന്ധി. പഠിച്ചു വെച്ചോട്ടെ, പുതിയ ബുക്കുകളൊക്കെ പഠിച്ചു വെക്കണേ.
അപ്പൊ ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ആരുടേതാണ്? പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി. നിയമങ്ങളുടെ അന്തസത്ത മൊണ്ടസ്ക്യൂ. ഇന്ത്യ 2020 ആരുടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ആൻസർ സി, 2 തെറ്റാണ്. ബൽവന്ത് റായ് കമ്മീഷൻ 1957 കറക്റ്റ്. അശോക് മേത്ത കമ്മീഷൻ 1977. ഇത് ബൽവന്ത് റായ് മേത്ത അശോക് മേത്ത കമ്മിറ്റികളുടെ ഒപ്പം വരുന്നത്. കാരണം നമുക്കറിയാം പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബൽവന്ത് റായ് മേത്ത അശോക് മേത്ത കമ്മിറ്റി കൊണ്ടുവരുന്നത്. നോക്കിക്കേ, ബൽവന്ത് റായ് കമ്മിറ്റി 57 കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടാണ് ഏത് കമ്മിറ്റി വരുന്നത്? അശോക് മേത്ത കമ്മിറ്റി. അത് കണക്ട് ചെയ്ത് വെക്കണം കേട്ടോ. 20 ഇയറിന്റെ വ്യത്യാസമാണ്. 20 ഇയർ ആണ് 1957, 1977 കേട്ടോ. 1977 അശോക് മേത്ത കമ്മിറ്റി. സർക്കാരിയ കമ്മീഷൻ 1983 ശരിയായ പ്രസ്താവന. ബൽവന്ത് റായ് 57, 20 വർഷം കഴിഞ്ഞു. അശോക് മേത്ത കമ്മിറ്റി 1977, സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. ജമ്മു കാശ്മീരുമായിട്ട് ആൻസർ ഡി ആണ്. 1, 2, 3 ആണ് ശരിയായ പ്രസ്താവനകൾ. 1, 2, 3 പഠിച്ചാലോ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ശരിയായ പ്രസ്താവന. വകുപ്പ് ഏതാണെന്നും കൂടി എപ്പോഴും ചോദിക്കും. 370 ആണ് കേട്ടോ. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 2019. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. പഠിച്ചോളൂ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. പഠിച്ചോ? അപ്പൊ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് ഏതാണ്? 370 എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ആ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് 2023 ഡിസംബർ, മീൻസ് 2024 ആയില്ലേ? 2023 ഡിസംബറിലാണ് അത് ശരിവെച്ചത്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി. ജമ്മു കാശ്മീർ എന്ന് ലഡാക്ക് എന്നും അല്ലേ? അത് എപ്പോഴാണ്? 2019. 2019 എപ്പോഴാണ്? ഓഗസ്റ്റ് 5 അങ്ങനെയാണ് തോന്നുന്നു. ആ മാസം ഡേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ 2019 വന്നുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73, 74 ഭേദഗതികളുടെ അനന്തര ഫലങ്ങളിൽ പെടാത്തത് ഏത്? 28. ആൻസർ ബി ആണ് 2. 10ാം പട്ടികയൊന്നും ഇതിലില്ല. ഇതില് 11, 12. അത് 11 ഏതാണ്? 73ാം വകുപ്പ്. 12ാം പട്ടിക 74ാം വകുപ്പ്. ഇപ്പൊ അത് ഒരു കൺഫ്യൂഷൻ വരും. ഇതിലാണോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം? അതെ, അതാണ് കേട്ടോ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണവും 11ാം പട്ടികയും 12ാം പട്ടികയും ഒക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 73, 74 ഭേദഗതികളുടെ ഫലങ്ങളിൽ പെട്ടതാണ് കേട്ടോ. അപ്പൊ പെട്ടത് ഏതൊക്കെയാണ്? സംസ്ഥാനത്ത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണവും പിന്നെ 11ാം പട്ടികയും 12ാം പട്ടികയും ഇതൊക്കെ ഉൾപ്പെടുത്തിയത് 73, 74 ഭേദഗതികളാണ്. ചേരുംപടി ചേർക്കുക. ചേർത്തെ അഭയകിരണം, വിദ്യാകിരണം, താലോലം, വിദ്യാജ്യോതി. ആൻസർ സി ആണ്. ചെയ്ത് നോക്കണം കേട്ടോ. 29 സി ആണ്. 1 ഏത് വരും? അഭയകിരണം പദ്ധതി. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. പിന്നെ വിദ്യാജ്യോതി അപ്പൊ ഏതാണ്? PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം. ഇപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഈ 4 ഓപ്ഷനൊക്കെ വായിക്കുമ്പോഴേക്കും സമയം പോകും. അപ്പൊ നമുക്കതിൽ ഏറ്റവും നമ്മൾ കൂടുതൽ പഠിച്ചു വന്നതാണ് താലോലം പദ്ധതി. മാരക രോഗങ്ങളുള്ള 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. അത് നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് പോയിന്റ് കിട്ടാൻ പോകുന്ന താലോലം പദ്ധതി. 3ാമത്തെ ആൻസർ എ എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. 3A ഉണ്ടോ? ഇല്ല. ഇത് ആൻസർ അല്ല. 3A ഉണ്ടോ? ഇല്ല. വെട്ടി. 3A ഉണ്ടോ? ഇല്ല. കഴിഞ്ഞു. 3A 8 ഓപ്ഷൻ കഴിഞ്ഞു. പിന്നെ വിദ്യാകിരണവും വായിക്കണ്ട, വിദ്യാജ്യോതിയും വായിക്കണ്ട, അഭയകിരണവും വായിക്കണ്ട. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഫുള്ള് അവർക്ക് തെറ്റായത് മതി.
ആൻസർ സി ആണ്. 4 തെറ്റാണ്, പഠിക്കേണ്ട നിങ്ങൾ. ഇനി കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു. യെസ്, IAS ആണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡലം ആണ്, ദ്വിമണ്ഡലമാണോ? അല്ല, ഏകമണ്ഡല സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. യെസ്, അപ്പൊ 3 പോയിന്റ് പഠിച്ചോ. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു. 49ാമത്തെ അല്ലേ, തോന്നുന്നു അല്ലെ, 49ാമത് ചീഫ് സെക്രട്ടറിയാണ് വി വേണു. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 400A എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? 400A ആൻസർ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി ആണോ? അല്ല അല്ലെ. 2002 വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയൊന്നും 400A ഇല്ല. സ്വത്തവകാശം നിയമപരമാക്കി അല്ല. പെട്ടെന്ന് നമ്മൾ 300A എന്ന് പഠിക്കാറുണ്ട്, അതിലേക്ക് ഓടിപ്പോകാനാണ് സ്വത്തവകാശം. കണ്ടോ, GST-യുമായി ബന്ധപ്പെട്ട വകുപ്പ് അല്ല. GST-യുമായി ബന്ധപ്പെട്ട വകുപ്പ് 101 അല്ലേ. ഇവയൊന്നുമല്ല. ആൻസർ ഏതാണ്? ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം 42. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ്, CO2. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. പേസ് മേക്കർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ സി ആണ്. 3 മാത്രം. നോക്കിക്കേ, വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിൽ, വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോൺ, എല്ലാം വലതാണ്. വലത് ഏട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. 2021 ഡേവിസ് ജൂലിയസും ആർഡേം പറ്റാപൗട്യനും ചേർന്ന് നോബൽ പുരസ്കാരം നേടിയത് ഏതു മേഖലയിലാണ്? വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. ചേരുംപടി ചേർത്ത്. ആൻസർ സി ആണ്. മലേറിയ പരത്തുന്ന രോഗകാരി ഏതാണ്? പ്രോട്ടോസോവ. മലേറിയ പ്രോട്ടോസോവ 1. ടൈഫോയിഡ് ബാക്ടീരിയ ആണ് അല്ലെ. ടൈഫോയിഡ് ബാക്ടീരിയ ആണ്. അസ്കാരിയാസിസ് സി വിരകളാണ്. ജലദോഷം വൈറസ് ആണ്. അപ്പോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നമുക്ക് മലേറിയ, ടൈഫോയിഡ്, അസ്കാരിയാസിസ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒന്നും കിട്ടിയെന്നൊന്നും വരില്ല. അപ്പൊ ജലദോഷം നമുക്കറിയാം വൈറസ് ആണെന്നുള്ളത് അറിയാലോ. ജലദോഷം വൈറസ് മൂലം ബാക്ടീരിയ ആണോ? അല്ല. ജലദോഷം വൈറസ് ആകുന്ന ഒരു ഉദ്യോഗാർത്ഥി 4 ഓപ്ഷൻ ഡി എന്തായാലും 1 വരണം എന്നുള്ളത് നമുക്കറിയാം. ഡി എന്തായാലും 1 വരണം. ഡി 1 വരുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഡി 1 ഉണ്ടോ? ഇല്ല. ഇതാ 4ആണ്. ഇതാ ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. കഴിഞ്ഞു. ഡി 1. കുട്ടികളെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുള്ള കേരള സർക്കാരിന്റെ പ്രത്യേക പദ്ധതി. പ്രമേഹമാണ്, മധുരമാണ്, അപ്പൊ എന്താണ്? മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B1.1529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? 1.1.529. ആൻസർ ഒമിക്രോൺ ആണ്. 529. പലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ഇവിടെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. 2 വസ്തുക്കളെ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഘർഷണ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗമുള്ള ചലനത്തിന് ഉദാഹരണം. സ്ഥിരവേഗത, പ്രവേഗം, വ്യത്യസ്ത പ്രവേഗമുള്ള ചലനത്തിന് ഉദാഹരണം സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട് ജോൺ എഫ് ക്ലോസർ, ആന്റൺ സിലിംഗർ എന്നിവർ 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തിയാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഉണ്ടായിരിക്കും? ആൻസർ 110 ഗ്രാം ആണ് കേട്ടോ. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തിച്ചാൽ 110 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവുണ്ടാവും. ചുവടെ കൊടുത്തിരിക്കുന്നവ ലൂയിസ് ആസിഡ് ഏതാണ്? ലൂയിസ് ആസിഡ്. ഇപ്പൊ ഈ കുറെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഈ ലൂയിസ് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട്. ആൻസർ സി ആണ്. BCl3 ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ലൂയിസ് ആസിഡ്.
എക്സ് ഒരു രണ്ടാം ഗ്രൂപ്പ് മൂലകവും y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണ് എങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? എക്സ് രണ്ടാം ഗ്രൂപ്പ്, എക്സ് ഏതാണ് 2, വൈയോ 17ാം ഗ്രൂപ്പും ഇങ്ങനെ ചേർന്നാൽ അതിന്റെ രാസസൂത്രം ആൻസർ ഡി ആണ്, XY2. XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. 1 തെറ്റാണ്, 2 ശരിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ശരിയായ പ്രസ്താവന സ്റ്റീൽ ഒരു ലോഹമാണ്, അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ഒരു ലോഹ സങ്കരമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോളിൽ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? സെമി ഫൈനലിലേക്ക് കടന്ന ടീമുകൾ ഏതൊക്കെയാണ്? ആൻസർ എ ആണ്, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. അപ്പൊ നമുക്കറിയാം ഫൈനലിൽ ആരൊക്കെയാണ് കളിച്ചത് എന്നുള്ളത് ആ ടീമിനെ അറിയാമെങ്കിൽ, ഫ്രാൻസിൽ കളിച്ച ടീമിനെ അറിയാമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതെന്ന് ആൻസർ എടുക്കാനായിട്ട് കഴിയും. അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം എഴുതിയത് ആരാണ്? ഹൈമവത ഭൂവിൽ MP വീരേന്ദ്രകുമാർ. MK വീരേന്ദ്രകുമാറാണ് ഹൈമവത ഭൂവിൽ. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഒരു ആശ്വാസം അല്ലേ, വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? പോർച്ചുഗീസുകാര്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ്? ഇപ്പോഴത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. പഠിച്ചല്ലോ, 50 ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. കുറച്ച് എന്താണ് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെട്ടില്ലേ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, പഠിച്ചു മാറ്റണം കേട്ടോ. അപ്പോൾ എന്താണ് ഇപ്പൊ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഗുണങ്ങൾ എന്നുള്ളത് ഒരുപാട് ചെയ്തു, കാരണം ഇത് ചെയ്തു നോക്കിയവർ വിടില്ല കേട്ടോ. കാരണം ചെയ്തു നോക്കിയിട്ട് എക്സാം എഴുതുമ്പോൾ നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വിടുന്ന പരിപാടി അവർ ഉണ്ടാവില്ല. കാരണം ഡെയിലി അവർ 1-2 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ നോക്കുള്ളൂ. അപ്പോൾ എന്താണ് പഠിക്കുക കേട്ടോ, അത്രയെന്നുള്ളൂ പറയാനായിട്ട്. ഇനിയിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ നാളെ നമുക്കറിയാം അടുത്ത LD നടക്കുന്ന ടൈമാണ്. എല്ലാവർക്കും നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാകട്ടെ, പ്രാർത്ഥന ഉണ്ടാകും. നല്ല രീതിയിൽ വിൻ ചെയ്തിട്ട് വരാനായിട്ട് കഴിയട്ടെ. അപ്പൊ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ ആശംസകൾ പറയാണ്. അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം, നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.